ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് പൂജ വെച്ചതിന് ശേഷം ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ദേവി അഷ്ട ഐശ്വര്യങ്ങളും നൽകുമെന്നുള്ളതാണ്. ഇത് പൂജ വെക്കുന്ന കുട്ടികൾക്കും ചെയ്യാം, പൂജ വെക്കാത്തവർക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാവുന്ന ദേവിയുടെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. അപ്പം ഇന്ന് തിങ്കളാഴ്ച വൈകുന്നേരത്തോടുകൂടി പൂജ വെക്കും. 5 മണിയോടുകൂടി പൂജ വെക്കാൻ തുടങ്ങും. ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിൽ ഒരു ദീപാരാധനയ്ക്ക് ശേഷം ഒരു 6:45 കൂടിയൊക്കെ പൂജ വയ്ക്കും. ഇന്ന് വൈകിട്ട് 5 തൊട്ട് വയ്ക്കാം. അപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്ന ദിവസം. അപ്പം നാളെ ദുർഗാഷ്ടമിയും നാളെ കഴിഞ്ഞ് നവമിയും, ഈ 2 ദിവസങ്ങളിൽ ഇന്ന് വൈകിട്ട് തൊട്ട് ചെയ്യാം. ഈ 2 ദിവസങ്ങളിലും പൂർണ്ണമായിട്ടും ഈ വിദ്യ ചെയ്യുക. പിന്നെ പൂജ എടുത്തതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ അത് കഴിഞ്ഞ ശേഷം വീഡിയോയിൽ പറഞ്ഞു തരാം. ഇപ്പോൾ പൂജ വെച്ചതിന് ശേഷം ചെയ്യേണ്ട ദേവിയുടെ അത്ഭുതകരമായ ഒരു വിദ്യയാണ്. ഇത് ആർക്കും ചെയ്യാം, പൂജ വെക്കുന്നവർക്കും ചെയ്യാം, അല്ലാത്തവർക്കും ചെയ്യാം. അപ്പോൾ ഇത് ചെയ്താൽ ദേവി അഷ്ട ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകുമെന്നുള്ളതാണ്. അപ്പം വിശദമായിട്ട് അത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ആർക്കും ചെയ്യാം, എവിടെ ഇരുന്നും ചെയ്യാം, 1 രൂപ ചിലവില്ലാതെ ചെയ്യാം. അമ്മ എല്ലാം തരും, അഷ്ട ഐശ്വര്യങ്ങളും തരും. അപ്പോൾ അത് മുഴുവൻ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. കാരണം ഇതൊക്കെ ജീവിതത്തിലെ വലിയ മഹാഭാഗ്യങ്ങളാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുക, ചെയ്യാൻ പറ്റുക, ഇതൊക്കെ ഒരു ഭാഗ്യം, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത് കാണുന്നവർ, ചെയ്യുന്നവർ ഒക്കെ ശിവഭഗവാന്റെയും അമ്മ ദേവിയുടെയും അനുഗ്രഹമുള്ളവർ തന്നെയാണ്. അല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല. നിങ്ങളത് ആ ഈശ്വരനോട് നന്ദി പറയുക, നിങ്ങളതെല്ലാം ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ വിദ്യ പറഞ്ഞു തന്നു കഴിഞ്ഞ് ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. പലരും കൂടുതലും ഗൾഫിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നുണ്ട്. ചിലർക്ക് ഈ ഡ്രൈവിങ്ങിന് ലൈസൻസ് എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. പിന്നെ അവർക്ക് വണ്ടി ഓടിക്കാൻ ചില ഭയങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനൊരു രഹസ്യ മന്ത്രം പറഞ്ഞു കൊടുത്തായിരുന്നു. ആ മന്ത്രം ഒരു പ്രത്യേക രീതിയിലാണ് അത് ചെയ്യേണ്ടത്. അത് ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ ലൈസൻസ് കിട്ടി. ഇപ്പം വണ്ടി ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട്, ലൈസൻസ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, അതാരെങ്കിലുമൊക്കെ അത് പ്രയോജനപ്പെടുന്നവരുണ്ടായിരിക്കുമല്ലോ, ഞാൻ ആ വിദ്യ പറഞ്ഞുതരാം. നിങ്ങൾക്കെല്ലാം അത് പ്രയോജനം ചെയ്യും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതായത് വാഹനങ്ങൾ ഓടിക്കാൻ ഭയമുള്ളവർക്കും ലൈസൻസൊക്കെ കിട്ടാൻ തടസ്സമുള്ളവർക്കും വാഹന സംബന്ധമായിട്ട് ഏതെങ്കിലും ഇതുപോലെയുള്ള പ്രതിസന്ധികളുള്ളവർക്കൊക്കെ ഈ മന്ത്രം ജപിക്കുക. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ലൈസൻസ് കിട്ടാത്തവർക്ക് കിട്ടിയിട്ടുണ്ട്. വാഹന സംബന്ധമായ ഐശ്വര്യം, ഉയർച്ച, വാഹനങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള കഴിവ് ഒക്കെ കിട്ടും. അങ്ങനെ ഒരു മന്ത്രമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദേവിയുടെ അത്ഭുതകരമായ വിദ്യ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം നിങ്ങളത്, പിന്നെ ചില ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ നാഗരാജാവിൻ്റെ നടയിൽ ചിലപ്പം വിളക്ക്, നെയ്വിളക്കോ അല്ലെങ്കിൽ മൺചട്ടി വിളക്കോ കത്തിച്ച് വെക്കാൻ ചിലപ്പം സമ്മതിക്കാറില്ല. പറ്റുന്നിടത്ത് ചെയ്യുക. ബുധനും ഞായറും രാവിലെ, അല്ലാത്തടത്ത് ഒരു നാണയമാണെങ്കിലും കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച് നാഗരാജാവെ എന്ന് പ്രാർത്ഥിച്ച് ആ നാഗരാജാവിൻ്റെ അകത്തേക്ക് വെക്കരുത്. പടിക്കട്ടയിലോ അല്ലെങ്കിൽ കാണിക്കയിലോ ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് നോക്കാതെ, അതായത് നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയിലോട്ട് നോക്കാതെ തിരിഞ്ഞു കിടക്കുക. പിന്നെ ആ കാര്യം ചിന്തിക്കേണ്ട. നാഗരാജാവ് നടത്തി തരാൻ വളരെ സാധ്യത കൂടുതലാണ്, അനുഭവമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിദ്യ നല്ലതാണ്. അതുകൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏതൊരു പ്രശ്നത്തിനും പിന്നെ ഏത് ആപത്തിൽപ്പെട്ടാലും രക്ഷപ്പെടാവുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾക്കൊന്നും മിസ്സാകരുത്. മുഴുവൻ അതൊക്കെ ആവശ്യമുള്ളവർ കാണുക. അതിനുവേണ്ടിയാണ് ആദ്യം ഇത്ര കാര്യം പറഞ്ഞത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അതോടൊപ്പം ഒരു കാര്യം പറയുകയാണ്, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും വീട്ടിൽ ചൊല്ലാവുന്ന പ്രാർത്ഥനകളും, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പരിഹാരങ്ങൾ, ചെയ്യേണ്ട ദിവസം, ചെയ്യേണ്ട സമയം, ചെയ്യേണ്ട രീതി, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. അത് ചിലപ്പോൾ ആവർത്തിച്ച് ചെയ്യേണ്ടി വരും. പിന്നെ അവിടെ ചെയ്യുമ്പം ഒരു പ്രത്യേക രീതി ചെയ്യണം. അതെല്ലാം ഞാൻ പറഞ്ഞു തരും. പിന്നെ നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ വേണം. ഇത്രയും കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യാല്ലേ ചെയ്യാതിരിക്കാം. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് നേരിട്ട് വിളിച്ചാൽ
നേരിട്ട് നോക്കാത്തതും ഫോൺ വിളിച്ചാൽ എടുക്കാത്തതിൻ്റെ കാര്യം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ആ ശിവപാദത്തിൽ സമർപ്പിക്കുന്നു. ഞാൻ ദേവിയുടെ അത്ഭുതകരമായ വിദ്യ പറഞ്ഞുതരാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അവിടെ ഇന്ന് ഞാനിപ്പോൾ വീഡിയോ ഇടുന്ന 29-ാം തീയതിയാണ്, തിങ്കളാഴ്ചയാണ്. ഇന്ന് വൈകിട്ട് നമ്മളൊരു 5 മണിയോടുകൂടി പൂജ വയ്ക്കാൻ തുടങ്ങും. ക്ഷേത്രത്തിലൊക്കെ ദീപാരാധന കഴിഞ്ഞൊരു 6:45 വയ്ക്കും. അപ്പോൾ പൂജ വെച്ചതിന് ശേഷം ഇതാർക്കും ചെയ്യാം, കുട്ടികൾക്കും ചെയ്യാം, അല്ലാത്തവർക്കും ചെയ്യാം. നമ്മൾ ഇന്ന് മുതൽ തുടങ്ങുകയാണ്. ഇന്ന് വൈകിട്ടും നാളെ ദുർഗാഷ്ടമിയുടെ അന്നും നാളെ കഴിഞ്ഞ് നവമിയും ഈ 3 പിന്നെ വിജയദശമിയും ഈ ഇന്ന് മുതൽ 4 ദിവസം. ഇന്നിപ്പോൾ വൈകിട്ട് കണക്ക് കൂട്ടണ്ട, നാളെ മുതൽ 3 ദിവസം ദുർഗാഷ്ടമി, നവമി, വിജയദശമി ഈ 3 ദിവസങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഇന്ന് വൈകിട്ട് ചെയ്യാൻ പറ്റുന്നവർ ഇന്ന് വൈകിട്ട് തൊട്ട് ചെയ്തു തുടങ്ങുക. അതായത് നിങ്ങൾ ഈ പറയുന്ന ഒരു മന്ത്രം ജപിക്കുക, മനസ്സിൽ ജപിക്കണം. ഭദ്രകാളിയെ കറുത്ത രൂപത്തിൽ സങ്കല്പിക്കുക, ഹൃദയത്തിൽ സങ്കല്പിച്ച് നിങ്ങൾ കണ്ണ് തുറന്നുകൊണ്ട് തന്നെ മനസ്സിൽ ജപിക്കണം. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ. ഈ മന്ത്രം ജപിച്ചിട്ട് നിങ്ങൾ അമ്മയോട്, നിങ്ങൾക്ക് അമ്മേ എനിക്ക് അളവറ്റ ഐശ്വര്യങ്ങൾ നൽകണേ, ഐശ്വര്യങ്ങൾ നൽകണേ അമ്മേ, അമ്മയുടെ എല്ലാ അനുഗ്രഹവും എന്നും എനിക്ക് ഉണ്ടാകണേ ജീവിതം മുഴുവൻ എന്ന് പ്രാർത്ഥിച്ചിട്ട്, മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്നേ ചെയ്യാവുള്ളൂ. എന്നുവെച്ചാൽ റോഡിൽ കൂടെ നടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ ഒന്നും ചെയ്യരുത്. എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉച്ചിയുടെ മധ്യഭാഗത്തിൽ സഹസ്രാരത്തിൽ കണ്ണടച്ചു ജസ്റ്റ് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് അല്ലെ ഒരു മിനിറ്റ് വേണ്ട, ഒരു മിനിറ്റ് ഒരു 30 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡോ അല്പനേരം കണ്ണടച്ച് ഇവിടെ ഈ ഉച്ചിയുടെ മധ്യത്തിൽ വെറുതെ ഒരു ചിന്തയില്ലാതെ ഒന്ന് മനസ്സ് ധ്യാനിക്കുക. ധ്യാനിച്ചിട്ട് നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒന്ന് മേലോട്ട് ഇങ്ങനെ ഒന്ന് മേലോട്ട് മനസ്സുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ മേലോട്ട് ഇവിടെ ഉച്ചിയിലൂടെ ധ്യാനിച്ചിട്ട് ഒന്ന് മേലോട്ട് അല്പം ഒന്ന് മേലോട്ട് അല്പം ഈ മുകളിലായിട്ട് ഒന്നുകൂടി മനസ്സ് ധ്യാനിക്കുക. അല്പം മുകളിലായിട്ട് ഇവിടെ ധ്യാനിച്ചിട്ട് ഉച്ചിയുടെ മധ്യത്തിൽ ധ്യാനിച്ചിട്ട് ഒരു അല്പം മുകളിലായിട്ട് മനസ്സുകൊണ്ട് കണ്ണടച്ച് ഒന്ന് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. അല്പനേരം ചെയ്താൽ മതി. ഈ ശൂന്യതയെ ധ്യാനിക്കുക. അത്ഭുതകരമായ വിദ്യയാണ് ഇത്. നിങ്ങൾക്ക് ദുർഗാഷ്ടമി, നവമി, വിജയദശമി ഈ 3 ദിവസങ്ങളിൽ ഫ്രീ ആയിട്ട് രാവിലെ ചെയ്യാം, വൈകിട്ടും ചെയ്യാം. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ, സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുക. അത്ഭുതകരമായ വിദ്യയാണ്. അമ്മ നിങ്ങൾക്കെല്ലാം നൽകും. ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ അതിനപ്പുറത്തൊരു ധ്യാനമില്ല. ഈ കറുത്ത രൂപം അല്ലെങ്കിൽ ഡാർക്ക് ആ എനർജി എന്ന് പറഞ്ഞാൽ അതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എല്ലാം പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ എനർജിയാണ്, ഡാർക്ക് എനർജിയാണ്. അതാണ് ആദ്യം ഉള്ളതും എപ്പോഴും ഉള്ളതും നിലനിൽക്കുന്നു. എല്ലാ വസ്തുക്കൾക്കും ഉള്ളിലും കോശത്തിനും ആറ്റത്തിനും ഉള്ളിലുള്ളതും എല്ലാം ഈ ഡാർക്ക് എനർജിയാണ്. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന എനർജിയാണ്. അത് ഭദ്രകാളിയമ്മയെ കറുത്ത രൂപത്തിൽ ധ്യാനിച്ച് അതിനപ്പുറത്തൊരു ധ്യാനമില്ല. ഇത് അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ് ആണ്. അത് ഏറ്റവും സൂക്ഷ്മമായ അമ്മയുടെ ആ ഒരു അനുഗ്രഹങ്ങൾ വരെ കിട്ടുമെന്നുള്ളതാണ്. നമ്മുടെ ഏത് കാര്യം അമ്മ നടത്തിത്തരും, നമ്മളിൽ അമ്മ പ്രസാദിക്കും. അതാണ് അതിൻ്റെ കാര്യം. നമ്മുടെ ഹൃദയം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ നമ്മൾ ഹൃദയത്തിൽ തൊട്ടാണ് പറയുന്നത്, അല്ലേ? എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നൊക്കെയാണ്. ആ ഹൃദയത്തിൽ, അതായത് ഹൃദയത്തിലാണ് അനാഹത ചക്രം കൂടി ഉള്ളത്. അവിടെയാണ് പരമേശ്വരൻ കൂടി ഉള്ളത്. അവിടെ ദേവിയെ ഭദ്രകാളി അമ്മയെ ധ്യാനിച്ചാൽ നമുക്ക് അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. മാത്രമല്ല ഈ ഹൃദയത്തിനകത്ത് ഒരു ബ്രഹ്മസ്ഥാനമുണ്ട്. അത് യോഗ്യമാർക്കും സന്യാസിമാർക്കൊക്കെ അറിയത്തുള്ളൂ. നിങ്ങളത് അറിയണമെന്നില്ല, ഞാൻ വെറുതെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതുള്ളൂ. നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യം ചെയ്താൽ മതി. ഹൃദയത്തിന് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. അതായത് നമ്മുടെ 12 അങ്കുലം താഴേക്ക്, അല്ലെ ആജ്ഞാൻ അവിടുന്ന് 12 അങ്കുലം താഴേക്ക് ഏകദേശം അവിടെ ഒരു ബ്രഹ്മസ്ഥാനമുണ്ട്. ഏകദേശം ഹൃദയമായിട്ട് വരും. അപ്പോൾ ആ ഹൃദയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അവിടെ നമ്മൾ ഭദ്രകാളിയമ്മയെ ധ്യാനിക്കുന്നു, കറുത്ത രൂപത്തിൽ ധ്യാനിക്കുന്നു. ധ്യാനിച്ച ശേഷം നമ്മൾ ഈ മന്ത്രം ജപിക്കണം, വാവുണ്ട് അല്ലെങ്കിൽ മനസ്സിലോ ജപിക്കാം. എങ്ങനെ ജപിച്ചാലും കുഴപ്പമില്ല. മന്ത്രം ഒന്നുകിൽ വാവുകൊണ്ട് ജപിക്കാം, അല്ലെ മനസ്സിൽ ജപിക്കാം. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ. ഇത് ജപിച്ചു കഴിഞ്ഞ് നിങ്ങൾ
ഹൃദയത്തിൽ ഇരിക്കുന്ന ഭദ്രകാളി അമ്മയോടെ കണ്ണ് തുറന്നോ കണ്ണടച്ചോ എങ്ങനെ വേണേലും നിങ്ങളുടെ ആഗ്രഹം പറയാം. അത് മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി. എനിക്ക് ഐശ്വര്യങ്ങൾ നൽകണേ അമ്മേ, വളരെ ഐശ്വര്യങ്ങളും സമ്പത്തും നൽകണേ, ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി നൽകണേ, ജീവിതം മുഴുവൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണേ. ഇതൊക്കെ അമ്മയോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച ശേഷം പിന്നെ നമ്മൾ ഒരു പ്രാർത്ഥനയില്ല. ഉച്ചയുടെ മധ്യത്തിലായിട്ട് കണ്ണടച്ച് ഇവിടെ ഒന്ന് മനസ്സിവിടെ കൊണ്ടുവന്ന് ശൂന്യതയെ ധ്യാനിക്കുക. വീണ്ടും അല്പം ഉച്ചയുടെ മുകളിലായിട്ട് ഉയർന്ന് വിരലൊന്നും ഇങ്ങനെ പിടിക്കേണ്ട, സങ്കല്പിച്ചാൽ മതി. ഈ അല്പം ഉച്ചയുടെ മുകളിലായിട്ട് ആ ശൂന്യതയെ ധ്യാനിക്കുക മതി. അതായത് നമ്മുടെ ഉള്ളിലെ ആ പ്രാർത്ഥന ഈ സഹസ്രാരം വഴി പ്രപഞ്ചബോധത്തിലേക്ക് കണക്റ്റായി നമുക്ക് ആ ഈശ്വരീയമായ അനുഗ്രഹം പെട്ടെന്ന് കിട്ടുവാനും നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുവാനും സാധിക്കുമെന്നുള്ളതാണ് ഇവിടെയുള്ള ധ്യാനത്തിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് അല്പം ധ്യാനിച്ചു. ഈ ധ്യാനം, ഈ ശൂന്യതയുള്ള ധ്യാനം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഉച്ചയുടെ മുകളിലായിട്ട് അല്പം ഇവിടെ വിരലൊന്നും വെക്കണ്ട, ഈ ശൂന്യത നിങ്ങൾ കണ്ണടച്ച് ധ്യാനിച്ചാൽ മതി. അങ്ങനെയും കൂടെ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ആകാശ ധ്യാനം എന്ന് പറയും. അത് ആകാശ ധ്യാനത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾക്ക് ആ സൂക്ഷ്മത്തിൽ ഏത് ആ എനർജിയുമായും നമ്മളുടെ ബോധത്തിന് കണക്റ്റ് ആകാൻ ആകാശ ധ്യാനം കൊണ്ടേ പറ്റത്തുള്ളൂ. അതൊരു പക്ഷേ ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. നമ്മളുടെ ആ ബോധത്തിന് ഏത് എനർജിയും പ്രപഞ്ചത്തിലല്ല എനർജികളാണ്, അതായത് സൂക്ഷ്മമായിട്ടല്ല എനർജിയാണ്, ഏത് എനർജിയുമായിട്ട് കണക്റ്റ് ആകുന്നത് ആകാശ ധ്യാനം ചെയ്യുന്നവനാണ്. അതാണ് ഈ ഉച്ചയിലും നമ്മൾ ഉച്ചയുടെ മധ്യത്തിലും ധ്യാനിക്കണം. അതിനെ സ്വല്പം മുകളിലായിട്ടും നിങ്ങൾ സങ്കല്പിച്ച് ആ ശൂന്യതയെ ധ്യാനിക്കണം. അപ്പോഴേ അത് ഉച്ചയിൽ ധ്യാനിക്കുന്നത് നമുക്ക് പ്രപഞ്ചവുമായിട്ട് കണക്റ്റ് കിട്ടാൻ. ഉച്ചയുടെ മുകളിൽ അല്പം ഉയർന്ന് ആ ശൂന്യതയെ ധ്യാനിക്കുന്നത് ആകാശ ധ്യാനം. ഇത് ആരും പറഞ്ഞു തരത്തില്ല. ലക്ഷങ്ങൾ കൊടുത്ത് എത്ര നാൾ ആരുടെയൊക്കെ പുറകെ നടന്നാലും ഒന്നാമത്തെ കാര്യം ഇത് അറിയണം. ഇത് മഹാസിദ്ധന്മാരൊക്കെ മഹായോഗികൾ ചെയ്തിട്ടുള്ള വിദ്യകളാണ്. എന്നുവെച്ചാൽ അവരുടെ ആഗ്രഹം അവരുടെ കാര്യങ്ങളൊക്കെ അവരാഗ്രഹിക്കുന്ന അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും നടക്കും എന്നുള്ളതാണ്. നിങ്ങൾക്കത് ലൗകിക ജീവിതത്തിൽ നിങ്ങളുടെ വീട്, ഭൂമി, ഐശ്വര്യം, ഉയർച്ച ഇതൊക്കെ നേടിയെടുക്കാൻ ഉപകരിക്കുക എന്നുള്ളതാണ്. ഏത് വിദ്യയും ശരിയായിട്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. ആര് ചെയ്താലും അതാണ് പ്രപഞ്ച നിയമം. അല്ലാതെ ഇന്ന ആൾ ചെയ്താൽ കിട്ടത്തില്ല, ഇന്ന ആൾ ചെയ്താൽ കിട്ടും, പ്രപഞ്ചത്തിന് ആരുമായിട്ട് വേർതിരിവില്ല. കറക്റ്റ് മെത്തേഡിൽ കറക്റ്റ് വിശ്വാസത്തിൽ ശരിയായിട്ട് ചെയ്താൽ അതിന് റിസൾട്ട് കിട്ടിയിരിക്കും. ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ റിസൾട്ട് കിട്ടത്തുമില്ല. നമ്മുടെ മനസ്സിൽ സംശയമുണ്ട്, നമ്മൾ സംശയത്തോടു കൂടിയാണ് ചെയ്യുന്നത്, ഒരു ഫലം ഉണ്ടാകത്തില്ല. നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടെ ശരിയായിട്ട് ഇത് ചെയ്താൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദേവി സാധിച്ചു വരും. ഐശ്വര്യങ്ങളും നമ്മളിലേക്ക് വരും. ഇന്ന് ചെയ്ത് നാളെ വരുമെന്നല്ല, ദേവി നമുക്ക് തരും, ക്രമേണ തരും, വന്നുകൊണ്ടിരിക്കും. ഇത് ഈ 3 ദിവസം, ദുർഗാഷ്ടമി, നവമി, വിജയദശമി, ഈ 3 ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചൊവ്വായും വെള്ളിയും കറുത്തവാവും പൗർണമി ദിവസങ്ങളിൽ ഇത് ചെയ്യുക കേട്ടോ, ആവർത്തിക്കുക. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. ദേവി ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എല്ലാം നൽകുമെന്നുള്ളതാണ്. പിന്നെ ഇത് ചെയ്യുമ്പോൾ, നിങ്ങൾ 3 ദിവസം ഇത് ചെയ്യുമ്പോൾ, ഇത് ലോകത്ത് ആരും പറഞ്ഞു തരത്തില്ല. പറഞ്ഞു തരണമെങ്കിൽ ഇത് അറിയാം എങ്ങനെ പറഞ്ഞു തരുന്നത്. അത് അറിയണമെങ്കിൽ തമ്പുരാൻ വിചാരിക്കണം. ആര് വിചാരിക്കണം? പരമേശ്വരൻ വിചാരിക്കണം. അപ്പോൾ നിങ്ങളിത് 3 ദിവസങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സംസാരം കുറയ്ക്കണം. ചുമ്മാ വളവളന്ന് വായി വരുന്നതെന്ന് പറഞ്ഞ സമയം അങ്ങനെ പറയുന്നവർക്ക് ഒരു കഴിവില്ല. അങ്ങനെ പറയുന്നവരൊന്നിനും കൊള്ളത്തുമില്ല. അതുപോലെ നമ്മുടെ എനർജി ലോസ് ആകുക. ചുമ്മാ കിടന്ന് സംസാരിക്കുന്നു, ആ ശീലം നിർത്തണം. ഈ 3 ദിവസമെങ്കിലും സംസാരം കുറയ്ക്കുക. എന്ന് വെച്ചാൽ ഒരാൾ ഒരു കാര്യം ചോദിച്ചാൽ മറുപടി പറയരുതെന്നല്ല പറഞ്ഞത്. നമ്മൾ മറുപടി പറയേണ്ടതിന് മറുപടി പറയണം. ഈ ചിലരുണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടാതിരിക്കും. അതൊരിക്കലും അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ അവർ വേറൊരാളും ഇതുപോലെ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി കിട്ടത്തില്ല. പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരു കോസ് ആൻഡ് എഫക്റ്റ് ഉണ്ട്. നമ്മൾ ചെയ്യുന്നതിന് തിരിച്ചടി കിട്ടും. നമ്മളോട് ഒരാളൊരു കാര്യം ചോദിച്ചാൽ അത് മറുപടി പറയണം. പിന്നെ നമ്മൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, ഒരുപാട് സംസാരിക്കരുത്. ആവശ്യത്തിന് സംസാരം കുറയ്ക്കുക. ഈ 3 ദിവസങ്ങളിൽ ഉച്ചയുറക്കം പാടില്ല, ആരെയും കളിയാക്കരുത്, സ്വയം പൊങ്ങച്ചം പറയരുത്, മറ്റുള്ള മനുഷ്യനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ. അതോടൊപ്പം ദാനധർമ്മങ്ങൾ പറ്റുന്നവർ ചെയ്യുക. അതോടൊപ്പം ആരെയും മോശമായിട്ട് ചിന്തിക്കരുത്,
ആരോടും മോശമായിട്ട് പെരുമാറുകയും ചെയ്യരുത്. കഴിവ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മത്സ്യമാംസാദികൾ ഒഴിവാക്കിയാൽ ഏറ്റവും നല്ലതായിരിക്കും. ഈ 3 ദിവസത്തേക്ക് ഒഴിവാക്കുകയാണെങ്കിൽ വളരെ നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ഇത് ശരിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഗുണമുണ്ടാവും. ഈ 3 ദിവസങ്ങൾ അമ്മയുടെ അപാരമായ അനുഗ്രഹം ഉണ്ടാകും. പിന്നെ നിങ്ങൾ ഈ വിജയദശമിയുടെ അന്ന് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും പോകാം, എങ്കിലും വിജയദശമിയുടെ അന്ന് ഉറപ്പായിട്ടും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. അമ്മയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് ചെയ്യുക. കടുംബായുസ്, ഭാഗ്യസ്വത്ത്, പുഷ്പാഞ്ജലി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാടൊക്കെ ചെയ്യുക, നന്നായിരിക്കും. അതുകൂടെ ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഭദ്രകാളിയുടെ ഒരു ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു വിദ്യയും കൂടെ പറഞ്ഞുതരാം. അതായത് ഈ ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈവിങ് ലൈസൻസൊക്കെ കിട്ടാത്ത ആളുകൾ, അല്ലെ ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അല്ലെ വാഹനം എപ്പോഴും പ്രശ്നമായിട്ടുള്ള ആളുകൾ, ഈ പറയുന്ന ഒരു മന്ത്രം രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് ഈ നെറ്റിയുടെ മധ്യത്തിലൊരു വെള്ളപ്രകാശം മനസ്സുകൊണ്ട് സങ്കല്പിച്ച് കണ്ണ് തുറന്ന് ആദ്യം വാഗൊണ്ട് ഒരു തവണ ജപിക്കുക. ഓം ഐം നമ. ഞാനിത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. ഓം ഐം, ഐസ് എന്നുള്ള ഐ ഇല്ലേ, ആ ഐം നാ എഴുതി ചന്ദ്രക്കല. ഓം ഐം നമ. ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിടാം ഡിസ്ക്രിപ്ഷൻ ബോക്സ്, അത് നോക്കിയിട്ട് ജപിക്കുക. ഈ മന്ത്രം വാഗൊണ്ട് 3 തവണ ജപിക്കുക. ഒരു തവണയും 3 തവണയും ജപിക്കുക. ഒരു തവണ ജപിച്ചാലും മതി, അല്ലെങ്കിൽ 3 തവണ ജപിക്കുക. എന്നിട്ട് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ഈ നെറ്റിയുടെ മധ്യത്തിലൊരു വെള്ളപ്രകാശം സങ്കല്പിച്ച്, പൊട്ടുപോലൊരു വെള്ളപ്രകാശം സങ്കല്പിച്ച്, അത് ദേവിയാണെന്ന് ഉറച്ചു ചിന്തിച്ച്, അത് ദേവിയാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ആ വെള്ളപ്രകാശത്തെ മനസ്സിൽ നെറ്റിയുടെ മധ്യത്തിൽ കണ്ടുകൊണ്ട് ഈ മന്ത്രം മനസ്സിൽ ജപിക്കണം 3 തവണ. എന്നിട്ട് ദേവിയോട് പറയണം, എൻ്റെ ഈ കാര്യം സാധിച്ചു തരണം, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണം, എനിക്കെല്ലാം ഡ്രൈവിംഗ് എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റണം, അമ്മ എനിക്ക് ധൈര്യം നൽകണം, അമ്മ എനിക്ക് അതിനുള്ള അനുഗ്രഹം നൽകണമെന്ന് പറയണം. അപ്പോൾ നല്ല രീതിയിലെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാണേലും എപ്പോഴും നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ അത് നിയമങ്ങളനുസരിച്ചേ ചെയ്യാവുള്ളൂ. സ്പീഡൊക്കെ ആ നിയമങ്ങളനുസരിച്ചുള്ള രീതിയിൽ ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം. പിന്നെ നമുക്ക് ആ ഭയം മാറാനും നമുക്ക് നല്ലതായിട്ട് വാഹനം കൈകാര്യം ചെയ്യാനും ഈ വാഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറാനും ലൈസൻസൊക്കെ കിട്ടാനും ഒക്കെ അത് ഉപകരിക്കും. ഇത് പറഞ്ഞു തരുന്ന ഒരുപാട് ആളുകൾക്ക് ഞാൻ പറഞ്ഞ ഈ വിദ്യ അനുഭവമായ പിന്നാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഒരുപാട് അങ്ങനെ ലൈസൻസ് കിട്ടി ഞാൻ പറഞ്ഞ വിദ്യ ചെയ്ത് അവരുടെയൊക്കെ ജീവിതം അതുകൊണ്ട് കിട്ടുന്നത്. ചിലപ്പം വാഹനങ്ങൾ അത് കഴിഞ്ഞ് ചിലപ്പോൾ വാഹനം ഓടിക്കുന്ന ആളുകളായിരിക്കും, അതുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും, ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു. ഇത്രയും ആളുകളുടെ ജീവിതമാണ് ഞാൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. നാട്ടിലാണെങ്കിലും നാട്ടിലുള്ളവരും ഫലം ഉണ്ടായിട്ടുണ്ട്, ഗൾഫിലുള്ളവരും ഒക്കെ ഫലം ഉണ്ടായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം ചെയ്യട്ടെ എന്ന് കരുതിയാണ് ഇത് പറഞ്ഞത്. വീഡിയോയുടെ തുടക്കം പറഞ്ഞത് ഇതാരും അറിയാതെ പോകരുത്, ആവശ്യക്കാരന് ഇത് അറിയാതെ പോകരുത്. വീഡിയോയുടെ ആദ്യം പറഞ്ഞു, പിന്നെ വീഡിയോ കാണാതെ പോയാൽ അത് അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആവശ്യക്കാരന് ഇത് അറിയാതെ പോകരുത്, അതുകൊണ്ടാണ് വീഡിയോയുടെ ആദ്യം പറഞ്ഞത്. ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്, വീഡിയോ നിങ്ങൾ ആവശ്യമുള്ളവർ കാണണം, മുഴുവൻ കാണണം എന്ന് പറഞ്ഞ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു സർപ്പത്തിൻ്റെ ഒരു ഇപ്പം നെയ്വിളക്ക് തെളിയിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അത് ചില ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ സമ്മതിക്കാറില്ല. അപ്പോൾ നിങ്ങൾ ഒരു നാണയം വെച്ചാണെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി. ചൊവ്വായും ബുധനും വളരെ ഉയർച്ച, ചൊവ്വായും ബുധനല്ല, ബുധനും ഞായറും വളരെ ഉയർച്ച ഉണ്ടാവും. ഒരു സംശയം വേണ്ട കേട്ടോ, അതിനകത്തൊന്നും വിഷമിക്കേണ്ട കാര്യങ്ങളില്ല. അതിൻ്റെ പല കാര്യങ്ങളുടെ ശക്തി പലർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് നാഗരാജാവിന് ഒരു നെയ്വിളക്ക് തെളിയിച്ചാലുള്ള ശക്തി അറിയുന്നവർ അത് ചെയ്യും. അറിയാൻ വയ്യാത്തവരാണ് ഈ അത് ചെയ്യരുത് ഇത് ചെയ്യരുത്, കാരണം അവർ അറിവില്ലായ്മയാണ്. അത് നമ്മൾ ക്ഷമിക്കുക, അത്രയേ ഉള്ളൂ. നമ്മളതിന് പിന്നെ അവിടെ ഓരോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഇന്ന കാര്യങ്ങളെ പാടുള്ളതെന്നുള്ളത് നമ്മൾ അനുസരിക്കുക. നമ്മളിപ്പം അങ്ങനെ ചില ക്ഷേത്രങ്ങളിൽ പല ക്ഷേത്രങ്ങളിലും ചെയ്യുന്നുണ്ട്. നാഗരാജാവിൻ്റെ ഒരു മൺചിരാത് വെച്ച് എള്ളെണ്ണ ഒഴിച്ച് ഒരു തിരിയിട്ട് കത്തിക്കുക. ആ പടിക്കെട്ടിൻ്റെ അകത്തോട്ട് വെക്കരുത്, പടിക്കെട്ടിൻ്റെ വെളിയിൽ. ഇനി അത് പറ്റാത്തടത്തൊരു നാണയം വെച്ചാണെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി. നാഗരാജാവിനെ വിളിച്ച് വലത് കൈ നാണയം ചുരുട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കാര്യം പറഞ്ഞ ശേഷം ഇത് നടത്തി തരണമെന്ന് പറയണം. ഒരു കാര്യമേ പറയാവുള്ളൂ. പൂർണ്ണ വിശ്വാസത്തിൽ നാഗരാജാവിനോട് അത് ഒന്നുകിൽ കാണിക്ക വഞ്ചിയിലിടുക, അല്ലെങ്കിൽ
പടിക്കെട്ടിൻ്റെ അവിടെ വല്ലതും വെക്കുക, അകത്തേക്ക് വെക്കരുത്. പിന്നെ നാഗരാജാൻ്റെ വിഗ്രഹത്തെ നോക്കരുത്, തിരിഞ്ഞ് നോക്കാതെ, നാഗരാജാൻ്റെ വിഗ്രഹത്തെ നോക്കാതെ തിരിഞ്ഞ് നടക്കുക, പിന്നെ മിണ്ടാതുരിയാടാതെ ഒന്നും ചിന്തിക്കാതെ. അങ്ങനെ പല കാര്യങ്ങളും നടന്ന് കിട്ടിയവരുണ്ട്, നടക്കാത്ത കാര്യങ്ങൾ. നിങ്ങൾക്കിത് ഏത് കാര്യത്തിന് വേണ്ടിയും പ്രയോജനപ്പെടും. അങ്ങനെ ചിട്ടി അടിച്ചവരുണ്ട്, ചില വസ്തുവിനൊക്കെ തടസ്സം ഉണ്ടായിരുന്നു ചെയ്തവരുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ വിശ്വാസവും കൂടെ പോലെ ഇരിക്കും. ഇത് നിങ്ങൾക്ക് ഞായറും ബുധനും വേണമെങ്കിൽ ആവർത്തിക്കുക. സാമ്പത്തികം ഉണ്ടാകാനൊക്കെ നല്ലതാണ്. ഏത് കാര്യം നാഗരാജ നടത്തി തരും. പിന്നെ ഇപ്പോൾ ഇന്ന് ചിലപ്പം ചെയ്താൽ നടക്കണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഒന്ന് ആ ഒരു നാഗരാജാവിലുള്ള ഭക്തിയും വിശ്വാസവും നിങ്ങളുടെ പ്രയത്നവും കൂടെ അനുസരിച്ചിരിക്കും. എല്ലാം കൂടെ വരണമല്ലോ. ഇത് ഒരുപാട് അനുഭവമുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് നടക്കാത്ത കാര്യങ്ങൾ പലരും നടത്തി എടുത്തിട്ടുണ്ട്. അവർ ആ രീതി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഏതൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ആപത്തുകൾ ഉണ്ടായാൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ ഹൃദയത്തിൽ ധ്യാനിച്ച് ഇടതുകാലം മുന്നോട്ട് വെച്ച് വെക്കാൻ പറ്റുകയാണെങ്കിൽ, ഇനി ഇടതുകാലം മുന്നോട്ട് വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇടത് നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിക്കുക. കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ ഹൃദയത്തിൽ ധ്യാനിച്ച് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഗൂഗിളിലും നെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും ഈ മന്ത്രം. ഇത് വാഗൊണ്ടോ മനസ്സിലോ ഉച്ചരിക്കാം 3 തവണ. എന്നിട്ട് കറുത്ത രൂപത്തിലുള്ള ഭദ്രകാളിയോട്, ഹൃദയത്തിലുള്ള ഭദ്രകാളിയോട് മനസ്സുകൊണ്ട് പറയുക. ഏതാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അത് ഉപകരിക്കും. പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. ഇതൊരു രഹസ്യ വിദ്യയാണ്. ഞാൻ ഈ വിദ്യ പറഞ്ഞു കൊടുത്ത പലരും പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട്. ഒരുപാട് നടക്കത്തില്ലെന്ന് വിചാരിച്ച കാര്യങ്ങൾ വരെ നിസ്സാരമായിട്ട് നടത്തിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ആ ചെയ്യുന്ന വിശ്വാസവും ഭദ്രകാളിയിലുള്ള വിശ്വാസവും പിന്നെ അവരുടെ ആ ഒരു പ്രവർത്തനവും എല്ലാം അതിൻ്റെ അകത്ത് പോലിരിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞു തന്നതെല്ലാം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ബലം കിട്ടാൻ മൗനത്തിന് വലിയ ശക്തിയാണ്. മൗനം. അപ്പോൾ നമ്മളൊരു പ്രാർത്ഥന ചെയ്താൽ ബലം കിട്ടാൻ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിൽ ചിന്തിച്ചാൽ അത് നടപ്പിലാക്കാൻ വേണ്ടി ഇത് രാഷ്ട്രീയക്കാർക്കും ഒക്കെ വളരെ ഉപകരിക്കും. എല്ലാവർക്കും ഉപകരിക്കും. രാഷ്ട്രീയക്കാരായിക്കോട്ടെ, ഒരു ബാങ്ക് മാനേജർ ആയിക്കോട്ടെ, ഏതൊരാൾക്കും ഉപകരിക്കും കേട്ടോ. എന്നുവെച്ചാൽ വലിയ വലിയ കാര്യങ്ങൾ നടത്താനും ഒക്കെ നല്ലതാണ്. നമ്മൾ ആദ്യം അതിന് മുമ്പ് മൗനത്തിലിരിക്കണം. അത് 20 മിനിറ്റോ 20 മിനിറ്റ് കുറയാതിരിക്കണം. മൗനത്തിരിക്കുക. ഈ മൗനത്തിരിക്കുക എന്ന് പറഞ്ഞാൽ മൗനത്തിരിക്കുമ്പോഴും ലോകത്തുള്ള കാര്യം മുഴുവൻ ചിന്തിച്ചാൽ അത് മൗനമാകത്തില്ല. നിങ്ങളുടെ ഉള്ളിലെ നിശബ്ദതയെ കണ്ണടച്ച് വെറുതെ അനുഭവിച്ചിരിക്കുക. മൗനത്തിലിരുന്നിട്ട് ഇനിയും നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ശ്രദ്ധിക്കുക. ആ മൗനത്തിലിരിക്കുക. ശ്വാസം എടുക്കുകയും വിടുകയൊക്കെ ചെയ്യാം ഇഷ്ടം പോലെ, അതിനൊന്നും കുഴപ്പമില്ല. സാധാരണ പോലെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. മൗനത്തിൽ ഒരു അരമണിക്കൂർ ഇരിക്കുക. എന്നിട്ട് നിങ്ങളൊരു മന്ത്രം ചൊല്ലിയാലും, നിങ്ങൾ ഒരു തീരുമാനമെടുത്താലും ഒക്കെ അത് നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അമ്പലത്തിൽ പോവുകയാണെങ്കിലും നിങ്ങളൊരു 5 മിനിറ്റ് ഒന്ന് മൗനത്തിൽ ഇരുന്നിട്ട് നിങ്ങൾ ദേവിയെ ഒന്ന് വിളിച്ചു നോക്കിയേ, പെട്ടെന്ന് ഫലം ഉണ്ടാകും. മൗനത്തിന് വലിയ ശക്തിയാണ്. മൗനം എന്ന് പറഞ്ഞാൽ ഒരു ചിന്തയും കാണരുത്. ആ മൗനത്തിന് വലിയ ശക്തിയാണ്. ഈ മൗനത്തിനെല്ലാം ഇത്ര ശക്തി വരുന്നത്? മൗനം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ എനർജിയെ നമ്മൾ അറിയുക. എനർജിയാണ് ഈ ലോകം മുഴുവൻ. ഈ എല്ലാ വസ്തുക്കളുടെ ഉള്ളിലും എനർജിയാണ്. എനർജി, വൈബ്രേഷൻ, ഫ്രീക്വൻസി, ഈ 3 രീതിയിലാണ് എനർജിയുടെ ഒരു എനർജി, വൈബ്രേഷൻ, ഫ്രീക്വൻസി. എല്ലാ വസ്തുക്കളുടെ ഉള്ളിലുള്ള എനർജിയെ നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിലുള്ള എനർജി അനുഭവിക്കുമ്പോഴാണ് നമുക്ക് പ്രപഞ്ചത്തിലെ മറ്റു കാര്യങ്ങളുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആകാൻ പറ്റും. കാരണം ആ എല്ലാ എനർജിയും വൈബ്രേഷനുണ്ട്. എല്ലാ എനർജിക്കും ഒരു വൈബ്രേഷനുണ്ട്. അതിനെല്ലാം ഒരു ഫ്രീക്വൻസിയുമുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിലെ ആ എനർജിയെ, മൗനത്തെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ പ്രപഞ്ചബോധമായിട്ട് കണക്റ്റ് ആകാൻ പറ്റും. നമ്മുടെ ആ ഒരു ആത്മീയമായ ഉണർവ് അല്ലെ എനർജി ലെവല് പലപ്പോഴും നമ്മൾ ഏത് ശക്തിയാണോ അതിനുശേഷം വിളിക്കുന്നത് ആ തലത്തിലേക്ക് ഉയരുകയും ചെയ്യും. നമ്മളിപ്പോൾ ഒരു മൗനത്തിന് ശേഷം ഭദ്രകാളിയെ വിളിക്കുമ്പം ഭദ്രകാളിയുടെ ആ ഒരു എനർജി ലെവലിലേക്ക്, എന്ന് വെച്ചാൽ ആ എനർജി അത്രയും ലെവൽ നമുക്ക് കിട്ടുമെന്നല്ല പറഞ്ഞാൽ, അതിൻ്റെ ഒരു അനുഗ്രഹം
നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. മനസ്സിലായോ? ഒരു പാത്രത്തിനകത്ത് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പാത്രത്തിനകത്ത് കൊള്ളുന്ന വെള്ളമല്ലേ അതിൽ നിറയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സ്വീകരിക്കാൻ പറ്റിയ ദേവിയുടെ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് വന്നുകൊണ്ടിരിക്കും തോറും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ആ അനുഗ്രഹം സ്വീകരിക്കാനുള്ള കഴിവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ രഹസ്യം. ഏത് പ്രവൃത്തിയും നിരന്തരം ചെയ്യുമ്പോൾ അത് കൂടുതൽ ഡെവലപ്പായിട്ട് വരും. ഈ മൗനത്തിന് ശേഷമുള്ള പ്രാർത്ഥനയും മൗനത്തിന് ശേഷം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ പല ദിവസങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ കാര്യശേഷി വർദ്ധിക്കും. നമുക്ക് ആ മൗനത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവ് കൂടും. അങ്ങനെ നമുക്ക് ഏതൊരു കാര്യത്തിലും ആ ഈശ്വരീയമായ എനർജികളിൽ സ്വീകരിക്കാനുള്ള കഴിവ് കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. അല്ലാതെ ചുമ്മാ കുറേ ആദ്യം കാര്യങ്ങൾ കേൾക്കുക, ചെയ്താലും ജീവിതം മാറുന്നില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. ജീവിതം മാറുന്ന കാര്യങ്ങൾ അറിയുമ്പോഴും അത് ചെയ്യുമ്പോഴുമാണ് ജീവിതം മാറത്തുള്ളൂ. ജീവിതം മാറാൻ ചില കാര്യങ്ങളുണ്ട്. അതാണ് ഈ പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഭദ്രകാളിയുടെ മന്ത്രവും പിന്നെ ആ ഓം ഐം നമ എന്നുള്ള മന്ത്രവും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിൻ്റെ പേര് തുകലശ്ശേരി മഹാദേവ ക്ഷേത്രമാണ്. അപ്പോൾ അത് ഇന്നലെ പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് ഓർമ്മയെ വന്നില്ല. തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം, തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം കഴിഞ്ഞ് വരുന്ന ഒരു ക്ഷേത്രമാണ് തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം. പറ്റുന്നവരൊക്കെ ഇടയ്ക്ക് അവിടെ പോയി തൊഴണം ഭഗവാനെ. അവിടെ തൊഴുതാൽ ഭഗവാന്റെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടും. എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും പോകണമെന്നും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്ന ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം. അവിടെ വലിയ ശിവലിംഗമാണ്. ഭഗവാനെ കാണുമ്പോഴും തൊഴുമ്പോഴും ഒക്കെ മനസ്സിന് വലിയ സന്തോഷമാണ്. കൈലാസം തന്നെയാണ്, ഏറ്റുമാനൂർ കൈലാസം തന്നെയാണ്. തുകലശ്ശേരി മഹാദേവ ക്ഷേത്രവും കൈലാസം തന്നെയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ തിരുമല ക്ഷേത്രവും ക്ഷേത്രത്തിൽ പോയപ്പോഴും എനിക്ക് ആ അനുഭവം ഉണ്ടായി, ശിവക്ഷേത്രത്തിൽ. അപ്പോൾ എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. എല്ലായിടത്തും ഭഗവാനുണ്ട്. പിന്നെ നമുക്ക് കൂടുതലൊരു ഫീലിങ്സ് ഉണ്ടാകുന്ന ചില സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞതേ. അതുപോലെ തിരുനക്കര മഹാദേവ ക്ഷേത്രവും അവിടെ ഒരുപാട് ഭഗവാന്റെ അപാരമായ ഒരു അനുഗ്രഹമുള്ളൊരു ക്ഷേത്രമാണ്. ഇപ്പോൾ എൻ്റെ ചില അനുഭവങ്ങൾ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നേ ഉള്ളൂ. എല്ലായിടത്തും ശക്തിയുണ്ട്, എല്ലായിടത്തും വൈഭവങ്ങളുണ്ട്. നിങ്ങളെ പറ്റുന്ന പോലെ എല്ലാ ക്ഷേത്രങ്ങളിലും പോകണം. പിന്നെ നമ്മൾ പോയപ്പം നമുക്ക് ചില ഒരു അനുഭവങ്ങൾ, ആത്മീയമായ നിർവൃതികൾ, ചില ഒരു 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 ഈശ്വര ബോധം കൂടുതലായിട്ടുണ്ടായ ചില സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ക്ഷേത്രങ്ങളും മഹത്തായ ശക്തിയുള്ള ക്ഷേത്രങ്ങൾ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമുണ്ടോ കേട്ടോ. എല്ലാ ക്ഷേത്രങ്ങളും. പിന്നെ അതുപോലെ ശിവനാണേലും കൃഷ്ണനാണേലും ഭദ്രകാളിയാണേലും എല്ലാം ഒന്നുപോലെ തന്നെയാണ് നിങ്ങൾ കാണുക. ഒരിക്കലും വേർതിരിവോടുകൂടി കാണരുത്. എല്ലാം ഒന്ന് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ അറിവ്. പിന്നെ ശിവനെ വിളിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ശിവനിൽ ലയിച്ച് വിളിക്കുക. കൃഷ്ണനെ വിളിക്കുമ്പോൾ പൂർണ്ണമായും കൃഷ്ണനിൽ ലയിച്ച് വിളിക്കുക. ദേവിയെ വിളിക്കുമ്പോൾ ദേവി പൂർണ്ണമായും ലയിച്ച് വിളിക്കുക. അപ്പോഴാണ് ഫലം ലഭിക്കുന്നത്. പറയാമോ? ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക, അതിൽ പൂർണ്ണമായും വിശ്വസിക്കുക. മറ്റൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക, പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അത്രയേ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം. ശിവ ശിവ. ഓം ശിവായ നമ. യന വശിമ മവയന ശി ശിയ നമ വ വശിമയന. ഓം ശിവ 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 ശിവ. ഓം ശിവ 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 ശിവ. ഇനി ഭഗവാനെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിർത്തിയേക്കാം. ഒരുപാട് നാളായി ഭഗവാനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം സ്പഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. കാലദേശങ്ങൾക്കപ്പുറത്ത്, കാലവും ദേശവും ഒന്നും ഭഗവാനില്ല. ആർക്കാ? ഗുരുവായൂരപ്പന്, കൃഷ്ണന്. കാലദേശങ്ങൾക്കപ്പുറത്ത് സ്പഷ്ടവും അസ്പഷ്ടവുമാണ്, വ്യക്തവും അവ്യക്തവുമാണ്. എല്ലാ
എല്ലാത്തിനും കാലത്തിനും ദേശത്തിനും അപ്പുറത്ത് നിൽക്കുന്ന, യാതൊന്നും കാലവും ദേശവും ഒന്നും ബാധിക്കാത്ത, കാണുന്ന ഒരു മാത്രയിൽ തന്നെ സർവ്വ പുരുഷാർത്ഥങ്ങളും ശ്രദ്ധിക്കുന്ന ബ്രഹ്മം തന്നെയായ ഭഗവാൻ ഗുരുഭവനപുരേ ഗുരുവായൂർ വസിക്കുന്നു എന്നുള്ളത് അവിടെയുള്ളവരുടെ ഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാനാണ്. അതാണ് അതിൻ്റെ ഒരു രത്നച്ചുരുക്കം പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ പറയും അവിടെയുള്ളവർ ഭാഗ്യമല്ല, ഭൂമിയിലുള്ളവരുടെ ഭാഗ്യം എന്ന് പറയും. അത്രയാണ്. ഇനി ഇങ്ങനെ ഞാനിത് പറയുമ്പോൾ തിരുവനന്തപുരത്തുള്ള പലരും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, സാറേ പത്മനാഭനെ കുറിച്ച് കൂടെ ഒന്ന് പറയണോ. എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. ഗുരുവായൂരപ്പനും പത്മനാഭനും എല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങനെ ഒരിക്കലും വേറിട്ട് കാണരുത്. ഈ ശ്ലോകം ഗുരുവായൂരപ്പനെ കുറിച്ച് ആയതുകൊണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് പത്മനാഭനും, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം. ഓം ശിവം സർവം ശിവോഹം. എല്ലാവർക്കും അമ്മ പാർവതി ദേവിയുടെയും ശിവഭഗവാന്റെയും ഭഗവാൻ മുരുകൻ്റെയും, മുരുകൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റാണ് കേട്ടോ. മുരുകൻ എന്ന് പറഞ്ഞാൽ മുരുകനാണല്ല, ശിവനും പാർവതി മുരുകൻ തന്നെയാണല്ല. ശിവനും പാർവതിയുടെയും ശക്തിയും എല്ലാം മുരുകൻ തന്നെയാണ്. അഗസ്ത്യരുടെയും ഗുരുവും എല്ലാം മുരുകൻ തന്നെയാണ്. അപ്പം മുരുകൻ്റെ അനുഗ്രഹവും മഹാനായ അഗസ്ത്യ മഹർഷിയുടെ അനുഗ്രഹവും മഹാനായ തിരുമൂലർ മഹർഷിയുടെ അനുഗ്രഹവും കാകാഭിഷുണ്ടർ മഹാനായ കാകാഭിഷുണ്ടർ സിദ്ധരുടെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ ഒന്നും പറയാനില്ല. ശിവശിവ.